അതിങ്ങനെ കണ്ടു നിൽക്കുക എന്നത് ഈ കൊലവാളിക്കും വല്ലാത്തൊരു ആനന്ദമാണ്. നമ്മുടെ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദമാണത്രേ. ഒരു മനുഷ്യൻ നിഷ്കരുണം ഇയാളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ അയാളുടെ മൂക്കിലൂടെയും വായിലൂടെയും നൊരയും പൊതിയും വന്ന് അദ്ദേഹം പിന്നെ വയറ് വീർത്ത് മരണവുമായി മല്ലിടുമ്പോൾ ഈ കൊലയാളി അനുഭവിക്കുന്നത്. അതുകൊണ്ട് അനേക ആളുകളെ കൊല്ലാനാണ് അയാൾ ശ്രമിക്കുക, ഈ ആനന്ദം കണ്ടാസ്വദിക്കാൻ. ആ ജാതി കൊലയാളികളെ ഒരുത്തനെ കണ്ടാൽ അപ്പോൾ കൊലപ്പെടുത്തിയെങ്കിലല്ലേ ഇവിടുത്തെ കൊലപാതകം അവസാനിക്കൂ, അല്ലെങ്കിൽ വർദ്ധിക്കുകയല്ലേ ചെയ്യുക. ഇപ്പൊ അമേരിക്കയിലേക്ക് വളർന്നു വരുന്നത് എന്താണ്? തോക്കെടുക്കുക, ഒരു വിദ്യാലയത്തിലേക്ക് പോകുക, അവിടെയാണല്ലോ പ്രതികരിക്കാൻ ആളില്ലാതെ കൂടുതൽ ആളെ കിട്ടുക. നിഷ്കളങ്കനായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് പിന്നെ വെടിയുണ്ടകൾ ഉതിർക്കുക. 30, 35, 50, 60 കുഞ്ഞുങ്ങളെ നിഷ്കരുണം കൊന്ന് ഒരുപക്ഷെ അവൻ മരണപ്പെടുക അല്ലെങ്കിൽ രക്ഷപ്പെടുക. ആ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നതും അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം തുടിച്ചിറങ്ങുന്നതും കാണുന്നത് ആനന്ദമായി സ്വീകരിച്ച ഈ ആധുനിക ഈ ഡ്രാക്കുളകൾ അവരെക്കാൾ അപകടകാരികളായിട്ടുള്ളതാരാണ്? അവരെ കൈപിടിച്ചു നിർത്തി അവരെ പകരം കൊല ശിക്ഷ നടത്തി ഇതിന് പരിധി വരുത്തുന്നതിനെ പറ്റി ആലോചിക്കേണ്ടതിന് പകരം ഇത് 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ് കൊണ്ടുവന്ന കിരാത നിയമമായതുകൊണ്ട്, ഇത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമമായതുകൊണ്ട് അത് ലോകത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചുകൂടാ എന്ന് ലോകത്തെ ഈ അനൗചിത്യമില്ലാത്ത ദുരഭിമാനികളായ ആളുകൾ ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നത്. ഇസ്ലാം നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ഒരു പരിധി വരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ മാത്രമേ സാധിക്കൂ. ഇസ്ലാം നിഷ്കർഷിച്ച ശിക്ഷ മാത്രമേ സമ്പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ലാതെ. ഒരു ചെറുപ്പക്കാരൻ, യൂറോപ്പിലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്താണ്? ആളുകൾ എയ്ഡ്സ് എന്ന മാഹാരോഗത്തെ പറ്റി എന്നെ ഭീതിപ്പെടുത്തുകയാണ്. ഞാൻ 1000 പ്രാവശ്യം ഇതാ സമ്മതിച്ചു പറയുന്നു. ഞാൻ എയ്ഡ്സ് രോഗിയായി ഇഞ്ചിഞ്ചായി ഏകാന്തതയുടെ തടവറയിൽ കടന്ന് മരണപ്പെടട്ടെ, പക്ഷേ എനിക്ക് നിയന്ത്രണങ്ങളില്ലാത്ത ലൈംഗിക ആസ്വാദനത്തിനുള്ള അവസരം നിങ്ങൾ നൽകണം, എനിക്കതിനുള്ള സ്വാതന്ത്ര്യം നൽകണം. എയ്ഡ്സ് ഞാൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചു കൊള്ളാം. അപ്പൊ എയ്ഡ്സ് പിടിപെടുമെന്ന് പറഞ്ഞതുകൊണ്ട്, ഗൊണേറിയ പിടിപെടുമെന്ന് പറഞ്ഞതുകൊണ്ട്, സിഫിലിസ് പിടിപെടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും മനുഷ്യനെ തിന്മയിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. ഒരൊറ്റ ശിക്ഷാ നിയമത്തിന് മാത്രമേ സാധിക്കൂ. അള്ളാഹുവിനെ പറ്റിയുള്ള വിചാരം, പരലോകത്തെ പറ്റിയുള്ള വിചാരം. പരലോക ശിക്ഷയുടെ കാഠിന്യം, അവിടെ സ്വർഗം നഷ്ടപ്പെടുന്നതിന്റെ ആ സത്യാവസ്ഥ, അത് കൃത്യമായി മനുഷ്യ മനസ്സിനെ പിടിച്ചു നിർത്തി മനസ്സിനോട് സംവദിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് ഇറക്കി വിട്ട് അവനെ വൈകാരികമായി ആവേശഭരിതനാക്കി മാറ്റി ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാൻ അവനെ പ്രാപ്തനാക്കുകയല്ലാതെ ലോകത്തിന്റെ കയ്യിൽ ഇതിനൊരു മറിമരുന്നുമില്ല എന്ന് വിനീതമായ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഇനി നീട്ടിപ്പരത്തി പറയേണ്ടതുണ്ട് ആശയം. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നുണ്ട്. നമ്മുടെ മക്കൾ എവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ദൃഷ്ടിയിൽ അവർ കുട്ടികളാണ്, നിഷ്കളങ്കരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ നിഷ്കളങ്കരാണ്. യഥാർത്ഥത്തിൽ അവർ നിഷ്കളങ്കരാണോ? അവരുടെ നിഷ്കളങ്കത 5 വയസ്സാകുമ്പോഴേക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കണം. എവിടെയാണ് കുട്ടികൾ ജീവിക്കുന്നത്? 2ാം ക്ലാസ്സിൽ ഒരു പാഠപുസ്തകത്തിൽ അഷ്റഫ് എന്ന ഒരു കുട്ടിയുടെ സ്വഭാവ ഗുണത്തെ പറ്റി പഠിപ്പിക്കുന്നു. അഷ്റഫ് എന്നൊരു കുട്ടി 2ാം ക്ലാസ്സിൽ, അതായത് 6 വയസ്സാണ് കുട്ടിക്ക്. ആ കുട്ടിയോട് നല്ല ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ മദ്രസയിൽ ഞാൻ പഠിപ്പിക്കുന്ന 2ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ ചോദ്യം, ഉസ്താദേ, ആ അഷ്റഫ് മോന്റെ ചിത്രം ഒന്ന് കിട്ടാൻ വല്ല മാർഗമുണ്ട്? ഫോട്ടോ കിട്ടാൻ മാർഗമാണോ? 6ാം ക്ലാസ്സിൽ പഠിക്കാൻ കുട്ടി. തെറ്റല്ല അവൾ ചിന്തിച്ചത്, പക്ഷെ അതാണ് മനസ്സ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതേ മദ്രസയിലെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, സ്കൂളിൽ 4ലാണ്, നിഷ്കളങ്കരായ ഒരു പെൺകുട്ടി എന്നോട് വന്ന് പറഞ്ഞത്, ഉസ്താദ്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ സ്വീകരിക്കുമോ എന്ന് ആദ്യം ചോദിച്ചു. ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. കാരണം അത്രയല്ലേ ആയിട്ടുള്ളൂ, പ്രായമായിട്ട്. നിങ്ങൾ സ്വീകരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ 4ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാൻ നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിക്കണം. നല്ല ബുദ്ധിയ, നല്ല മുത്തത്തിയായ കുട്ടിയാണ്. പടച്ചോനോട് പ്രാർത്ഥിക്കാനാ പറയുന്നത്. അവള് ഹൃദയത്തിൽ അതുണ്ട്. മക്കനൊക്കെ ഇട്ട് പുൽക്കൈയിട്ട് ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അബദ്ധമൊന്നും നമ്മൾ കാണുന്നില്ല. ഏതാണ് പ്രായം? സ്കൂൾ 4ാം ക്ലാസ് പഠിക്കുന്ന പ്രായമാണ്, 9 വയസ്സ്. നമ്മുടെ കുട്ടികളെ നമ്മൾ നിഷ്കളങ്കരെന്ന് വിചാരിക്കും. നമ്മുടെ കുട്ടികൾ ചെറുപ്പമാണ് നമ്മൾ വിചാരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ചെറുപ്പമല്ല. 3 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിനെ യഥാർത്ഥത്തിൽ അടുപ്പിക്കാൻ തന്നെ പറ്റില്ല. കുട്ടി മാനഭംഗത്തിന് കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്, പീഡനത്തിന് കേസ് കൊടുക്കാനും പരാതിപ്പെടാനും സാധ്യതയുണ്ട്. ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അനുഭവങ്ങളാണ് സഹോദരങ്ങളെ. അതാണ് ലോകം. അത്രമാത്രം ലോകം പുരോഗമിച്ചിരിക്കുന്നു. നമ്മൾ ഈ പ്രായമുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ സാധുക്കളാണ് വിചാരിക്കും. അനവധി കേസുകൾ ഞാൻ പറയാം, അനവധി സംഭവങ്ങൾ
ഇവിടെ നിന്ന് ഇസ്ലാമികമായ ചുറ്റുപാടിൽ മാത്രം വളർത്തിയ ഒരു പെൺകുട്ടിയല്ല, അനേക പെൺകുട്ടികളെ പഠിക്കാൻ കൊണ്ടുപോയി ആക്കിയിട്ടുള്ളത് മൈസൂരിലും അതേപോലെ തന്നെ ഹൈദരാബാദിലും ഒക്കെയാണ്. ഹൈദരാബാദിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് പിതാവും മാതാവും കുടുംബങ്ങളും വന്നിട്ട് ബസ് കയറ്റുകയാണ്. ബസ്സിലേക്ക് കയറ്റി അവിടേക്ക് പോകുന്ന രാത്രി സമയത്ത് പോകുന്ന ബസ്സുണ്ട്, മൈസൂർ ബസ്സിൽ കയറ്റും, അല്ലെങ്കിൽ അവിടേക്ക് പോകുന്ന ബസ്സിൽ കയറ്റും. അങ്ങനെ കയറ്റുമ്പോ മുഖമക്കിനൊക്കെ അണിഞ്ഞ് വളരെ ഭക്തിയോടെ ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് യാത്ര പോവുകയാണ്. കയറി 2-3 കിലോമീറ്റർ പിന്നിട്ടാൽ ആ കുട്ടിയുടെ അരികിലേക്ക് ആ ബസ്സിന്റെ മുൻസീറ്റിൽ നിന്ന് മറ്റൊരു ആൺകുട്ടി വന്നിരിക്കും. ഒന്നിച്ചു പഠിക്കുന്ന കുട്ടികളാണ്. അവർ രണ്ടുപേരും ആ സീറ്റിലിരിക്കും. അവർ രണ്ടുപേരും കൂടി ഒരു പുതപ്പ് കരുതിയിട്ടുണ്ട്. ആ തണുപ്പാകുമ്പോഴേക്ക് ആ രണ്ടുപേരും കൂടി ആ പുതപ്പിട്ട് ആ സീറ്റിലിരിക്കും. അവർ ഹോസ്റ്റലിൽ ചെന്നാൽ അവർ ജീവിക്കുന്നത് നമ്മുടെ ഭാഷയിൽ പഠനത്തിലെ സഹപാഠികളാണ്, കൂട്ടുകാരാണ്. അവരുടെ ഭാഷയിൽ അവർ കവിതാക്കളാണ്. യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് പോലെയാണ് വർഷങ്ങളോളം. ഒരു സംശയമുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന 100% കുട്ടികളിലെ 99 കുട്ടികളും അവരുടെ ഈമാനും അവരുടെ ശരീരത്തിന്റെ വിശുദ്ധിയും വിറ്റുകൊണ്ടല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് ഖേദപൂർവ്വം ഉത്തരവാദിത്വത്തോടുകൂടി ഓർക്കേണ്ടതാണ്. എല്ലാവരും അടിച്ചാക്ഷേപിക്കേണ്ട അനുഭവങ്ങളാണ് സഹോദരങ്ങളെ. അതാണ് ലോകം. നമ്മെ ചതിക്കാനും വഞ്ചിക്കാനും നമ്മുടെ മക്കൾക്ക് സാധ്യമാകുന്നു. അവർ നമ്മൾ കാണുന്നതും പഠിക്കുന്നതുമല്ല, അവർ കാണുന്നതും പഠിക്കുന്നതും. അവർക്ക് ലോകത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. ആ ഒരു ചുറ്റുപാടിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരൊറ്റ മാർഗം, വേറൊരു മാർഗമല്ല. ഒരു മാർഗമല്ല. എന്താ മാർഗം? നല്ല ശക്തമായ ഈമാൻ കൊണ്ട് അവളെ ബന്ധിക്കുക. അറിവ് പോലെ, അറിവ് കൊണ്ട് കാര്യമില്ല. ഈമാൻ കൊണ്ട് മാറ്റണം, ഈമാൻ കൊണ്ട് ബന്ധിപ്പിക്കണം. ആ കുട്ടിയുടെ, ആ പെൺകുട്ടിയുടെ, ആ ചെറുപ്പക്കാരന്റെ, ആ ചെറുപ്പക്കാരിയുടെ, ആ മധ്യവയസ്കന്റെ, ആ മധ്യവയസ്കയുടെ ആ തിന്മ ചെയ്യാൻ പറ്റിയ സാഹചര്യം അനുകൂലമായി കിട്ടിയ സഹോദരന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ശക്തമായ ബോധമല്ലാതെ, പരലോകത്തെ പറ്റിയുള്ള കൃത്യമായ ബോധമല്ലാതെ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു സമൂഹത്തെ സമൂലമായോ ഒന്നായോ മാറ്റിയെടുക്കുക സാധ്യമല്ല എന്ന് ഞാൻ എന്റെ സഹോദരന്മാരോട് വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ ശരീരത്തിന്റെ ഈ ദൗർബല്യവും അതിന്റെ സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് അവരെ നന്നാക്കിയെടുക്കാൻ ഏത് കാലഘട്ടത്തിലേക്കും ഉപയുക്തമായ, അതിന് സമ്പൂർണമായി അനുയോജ്യമായ, ആ പ്രകൃതിയോട് യോജിക്കുന്നതായ ഏതൊരു കാലഘട്ടത്തിലും അവരെ മനുഷ്യരാക്കി മാറ്റാനും മൂല്യമുള്ളവരാക്കി മാറ്റാനും ധർമ്മദക്ഷയുള്ളവരാക്കി മാറ്റാനും ഭക്തരാക്കി മാറ്റുവാനും അള്ളാഹു നിശ്ചയിച്ച ചില രീതികളുണ്ട്. ആ രീതികളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന് ആ രീതിയിൽ വളർത്തിയെടുക്കുകയല്ലാതെ, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയല്ലാതെ, ശക്തമായ ധാർമ്മികതയുടെ ഈമാനിന്റെ ഭക്തിയുടെ കയറുകൊണ്ട് അവരെ ബന്ധിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. തിന്മകളുടെ നീണ്ട പട്ടിക വിവരിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനുള്ള പ്രവർത്തനം ഓരോരുത്തരും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായത്തിലും ഒരു സമൂഹത്തിലും നിലനിൽക്കുന്ന സാഹചര്യത്തെ അല്ലാഹു തആല ഇടപെട്ട് പ്രത്യേകമായിട്ട് മാറ്റിമറിക്കുകയില്ല. അവർ സ്വയം മാറ്റത്തിന് വിധേയമാകുന്നതുവരെ ആ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുകയാണ്, ഒന്നിച്ചു മാറ്റമുണ്ടാവില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തുക. അങ്ങനെ അനേക വ്യക്തികൾ മാറ്റം വരുത്തുക. അങ്ങനെയുള്ള ഒരു കുടുംബം ഉണ്ടാവുക, അങ്ങനെയുള്ള അനേക കുടുംബം ഉണ്ടാവുക, അങ്ങനെ അനേക കുടുംബമുള്ള ഒരു രാജ്യമുള്ള ഒരു പ്രദേശം ഉണ്ടാവുക, അങ്ങനെയുള്ള അനേക പ്രദേശങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരു രാഷ്ട്രമുണ്ടാവുക, അങ്ങനെയുള്ള അനേക രാഷ്ട്രങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ലോകം ധർമ്മദത്തമായിട്ട് മാറുക. അതല്ലാതെ മാർഗമല്ല. ഓരോരുത്തരും അവിടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുക. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ ചെറുപ്പക്കാരനായ മകനെ, വിചാരവും വികാരവുമുള്ള മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, മകനെ, എപ്പോഴും പിതാവ് നിന്റെ സ്വകാര്യ ജീവിതത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടിഞ്ഞാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന തിന്മ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം, ഒരു തിന്മ കണ്ടുകൊണ്ട് ഒരു തിന്മയിലേക്ക് പോകാൻ പറ്റാത്ത പണ്ടത്തെ പിന്നെ പുരാതനമായ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകന്റെ മേൽ അതിന് വരമ്പുകൾ നിശ്ചയിച്ചിട്ടുള്ളത്, ധാർമ്മികതയുടെ അടയാളങ്ങൾ നിർണയിച്ചു കൊടുത്തിട്ടുള്ളത്, അധർമ്മ്യം ഏതാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്, അധർമ്മയിലേക്ക് കണ്ണും ശ്രദ്ധയും പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്, കണ്ണും നാവും പോകരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിരന്തരമായി മകന്റെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന പിതാവ് മകന്റെ ഉള്ളറിയുന്നതിന് വേണ്ടി ഒരിക്കൽ വിളിച്ചു വരുത്തിക്കൊണ്ട് പറയാണ്, മകനെ, ഈ പിതാവ് നിനക്കൊരു ഭാരമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ സ്വകാര്യ ജീവിതത്തിലും നിന്റെ സ്വാതന്ത്ര്യത്തിലും ഞാൻ കൈകടത്തുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ നീ സ്വതന്ത്രനാണ്. ഇന്നു മുതൽ നീ സ്വതന്ത്രനാണ്. ഞാൻ നിന്നോട് ഒന്നും വേണ്ടെന്നറിയില്ല. നീ എന്താ ചെയ്തു, നിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടില്ല. നീ നിന്റെ വഴിക്ക് പോയിട്ട് നീ ഉദ്ദേശിച്ചത് ചെയ്തുകൊള്ളുക മകനെ. ഞാൻ പിതാവിന്റെ ഭാഗത്തൊന്നും യാതൊരു തരത്തിലുള്ള മുടക്കവും ഉണ്ടാവുകയില്ല. ഇത് കേട്ടപ്പോ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ മകൻ കുട്ടിക്ക് തന്നെ ഒരു സംശയം, പഠിച്ചവനെ എന്റെ ഉപ്പാക്ക് എന്ത് പറ്റി? വാപ്പയുടെ ഭക്തിയും ഈമാനും ചോർന്നു പോവുകയാണോ? വാപ്പ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണോ? പക്ഷേ വാപ്പ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് കുട്ടി ഒന്നും മിണ്ടിയില്ല. അവൻ തിരിഞ്ഞു പോകാണ്. തിരിഞ്ഞു പോകുന്ന സമയത്ത് വിളിച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, ഞാൻ എന്താ പറഞ്ഞത്? നിന്റെ ജീവിതത്തിൽ ഇനി ഞാൻ ഇടപെടുന്നില്ല. ഇന്നതും ഇന്നതൊന്നും പാടില്ല 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 എന്നല്ലേ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. പക്ഷേ മകനെ, ഒരു കാര്യം, നീ ഇഷ്ടമുള്ളത് ചെയ്യ, നിനക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. പിതാവായ ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു അറിയാത്ത സ്ഥലത്ത് വെച്ചായിരിക്കണം. പടച്ചവന്റെ ശ്രദ്ധയിലും അറിവിലും പെടാത്ത വല്ല നിഗൂഢ സ്ഥലങ്ങളുമുണ്ടെങ്കിൽ അവിടെ വെച്ചായിരിക്കും നീ തിന്മ ചെയ്യേണ്ടത് മകനെ. അള്ളാഹു അറിഞ്ഞുകൊണ്ട് അവന്റെ സാന്നിധ്യമുള്ള ഇടത്ത് വെച്ച് നിനക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എന്ന മകനെ എന്ന് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുകയാണ്. അങ്ങനെ വല്ല ഇടമുണ്ടോ? യാ ബുനയ്യ ഇന്നഹാ إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأت بها الله إن الله لطيف خبير. എന്റെ പൊന്നുമോനെ, നീ ചെയ്യുന്ന തെറ്റ് അത് നിസ്സാരമായി കൊള്ളക്കടാ, ഒരു പരമാണു പോലെ ചെറുതാണ്. ആ തിന്മ ചെയ്തിട്ട് നീ ചെന്നു നിന്നു ഒരു പാറക്കല്ലിനുള്ളിൽ, അല്ലെങ്കിൽ ആ തെറ്റ് പാറക്കല്ലിനുള്ളിലാണ്, കരിമ്പാറ. ആ പാറയുടെ ഉള്ളിലൊരു ദ്വാരണ്ടായി, ആരും കണ്ടിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരുടെയും സാന്നിധ്യമില്ല. ഏറ്റവും നിഗൂഢമെന്നും രഹസ്യമെന്നും സുരക്ഷിതമെന്നും നീ കരുതിയ കരിമ്പാറയുടെ ഉള്ളിൽ വെച്ചാണ് നീ ആ തെറ്റ് ചെയ്തത്. അല്ലെങ്കിൽ അതിവിസ്തൃതമായി ഈ ആകാശഭൂമികൾക്കിടയിൽ ഏറ്റവും ഗോപ്യമെന്ന് നീ കരുതിയ, ആരാരും കാണാൻ സാധ്യതയില്ലെന്ന് കരുതിയ വെച്ച് സ്ഥലത്ത് വെച്ചാണ് നീ ചെയ്തതെങ്കിലും അല്ലാഹുതആല അത് കാണും മകനെ, അത് കൊണ്ടുവരും. അതിന്റെ പേരിൽ വിചാരണയുണ്ടാകുമെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സാന്നിധ്യത്തെ പറ്റി പഠിപ്പിക്കുകയാണ്. ആ വിധത്തിൽ പഠിച്ചുയർന്നൊരു പെൺകുട്ടി, ആ വിധത്തിൽ പഠിച്ചു വളർന്നൊരു ആൺമകൻ, അവന്റെ ചുറ്റുപാടുകൾ എത്ര തന്നെ അവനെ പ്രലോഭിപ്പിച്ചാലും, അവന്റെ ചുറ്റുപാടുകൾ അതിശക്തമായ ഒഴുക്കിൽ അകപ്പെട്ടാലും ആ ഒഴുക്കിൽ പെടാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അല്ലാഹുവിന്റെ സാന്നിധ്യത്തെ പറ്റിയുള്ള ഈമാൻ കൊണ്ട് അവന് ഉണ്ടായിത്തീരുന്നതാണ്. ഇതുണ്ടാക്കിയെടുക്കലല്ലാതെ മാർഗമില്ല. എന്റെ വിഷയം അതാണ്. തിന്മകൾ പരത്തി പറയലല്ല, അതിപ്പോ നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട്. എങ്ങനെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം? ഒരൊറ്റ മാർഗമില്ല. ഈ ഒരൊറ്റ മാർഗം നമ്മുടെ വീട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാട്ടിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ? അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞല്ലോ മഹല്ലിനെ പറ്റി. ഒരു മഹല്ല് ശരിക്ക് ശ്രദ്ധിച്ചാൽ, ഒരു മഹല്ലിലെ ഖതീബ് ശരിക്ക് ശ്രദ്ധിച്ചാൽ, അവിടെയുള്ള ഉത്തരവാദിത്തമുള്ള ഉലമാക്കളും ഉമറാക്കളും ശ്രദ്ധിച്ചാൽ, തിന്മ കടന്നു വരുന്നതിൽ നിന്നും വ്യാപകമാകുന്നതിൽ നിന്നും സമൂഹത്തെ തടഞ്ഞു നിർത്താൻ ഒരു പരിധി വരെ കഴിയുമെന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ സമൂഹത്തിന്റെ മുമ്പിൽ മുസ്ലിം മഹല്ലുകളെ, ആ മഹല്ലിന്റെ ഭാരവാഹികളെ, അവിടുത്തെ ഖതീബുമാരെ, ഇമാമുമാരെ നിങ്ങൾക്ക് സ്വാധീനമുണ്ട്, നിങ്ങൾക്ക് ചില അധികാരങ്ങളുണ്ട്. നിങ്ങളുടെ അധികാരവും സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാർവത്രികമായി നമ്മുടെ സമുദായത്തെ പിടികൂടുന്ന തിന്മകളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ കഴിയും. അതിന് ഈ അവസ്ഥ ഉണ്ടാക്കി.
ഈ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ രാജ്യാതിർത്തിയിലൂടെ നടന്നു പോകുന്ന ഒരു സമയത്ത് ഒരുപാട് ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന 1000-ഓളം അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയനെ കാണുകയാണ്. കേവലം കാട്ടിൽ ആട് മേക്കുന്ന ആട്ടിടയൻ. പള്ളിയിൽ ജോലി ചെയ്യുന്ന മൗലവിയല്ല, അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ല, അതേപോലെ തന്നെ മദ്രസയിൽ പോകുന്ന കുട്ടിയല്ല, മതനിഷ്ഠയോടുകൂടി ജീവിക്കുന്നു എന്ന് വരുന്ന ഒരു കുട്ടിയല്ല. കാട്ടിൽ ആടുമേക്കാൻ പോകുന്ന ആട്ടിടയനായ അടിമ പയ്യനോട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയുടെ ഉള്ളും ഈമാനും അറിയാൻ വേണ്ടി ചോദിക്കാണ്, മോനെ, ഈ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരെണ്ണത്തെ എനിക്ക് തരുമോ? ഇദ്ദേഹം ഭരണാധികാരികളാണെന്ന് കുട്ടിക്കറിയില്ല. കുട്ടി സ്വാഭാവികമായി പറയും, തരാൻ പറ്റില്ലല്ലോ. കാരണം ഇതിന്റെ ഉടമസ്ഥൻ, യജമാനൻ, മുതലാളി ഞാനല്ല, ഞാൻ അയാളുടെ അടിമ മാത്രമാണ്. ഇതിന്റെ ഉടമസ്ഥൻ വേറെയാണ്, അയാളുടെ സമ്മതം കൂടാതെ തരാൻ പറ്റാൻ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്രയും എണ്ണം ആടുകളുടെ എണ്ണം കൃത്യമായി ഇതിന്റെ ഉടമസ്ഥൻ നോക്കിയിട്ടുണ്ടാവുമോ കുട്ടി? അഥവാ ഇനി നോക്കിയിട്ടൊരെണ്ണം കുറഞ്ഞതായി അയാൾക്ക് അനുഭവപ്പെട്ടാൽ, കാട്ടിൽ വെച്ച് ചെന്നായ പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ പോരെ, മോനെ, ഞാൻ ഈ ആടിന് തരുന്ന ദിർഹം എന്താ നിനക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ നിന്റെ ആവശ്യത്തിന്? നിന്റെ മുതലാളിയുടെ ശല്യത്തിൽ നിന്ന്, അവന്റെ ആക്ഷേപത്തിൽ നിനക്ക് രക്ഷപ്പെടുകയും ചെയ്യാൻ. അത് കേട്ടപ്പോ ആ കുട്ടി അല്പസമയം ഇങ്ങനെ ഉണ്ടാകുന്നു. കുറച്ചിങ്ങനെ സമയം ഉണ്ടാകും. എന്നിട്ട് ആ ചെറുപ്പക്കാരനായ കുട്ടി പറഞ്ഞു, അപ്പോൾ ഞാൻ അള്ളാഹുവിനെ എവിടെയാണ് വെക്കുക? അള്ളാഹുവിനോട് ഞാൻ എന്ത് മറുപടിയാണ് പറയുക? എന്റെ മുതലാളി ഈ എണ്ണമറ്റ അല്ലെങ്കിൽ അനേകമുള്ള ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞു പോയത് അറിഞ്ഞിട്ടെന്ന് വന്നേക്കാം. അറിഞ്ഞാൽ തന്നെ അതിന് ചെന്നായി പിടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞാൽ യജമാൻ വിശ്വസിച്ചേക്കാം. പക്ഷേ ആ യജമാനിനപ്പുറത്തിരിക്കുന്ന സർവജ്ഞാനിയായ അദൃശ്യവും രഹസ്യവും അറിയുന്ന റബ്ബിനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ആ റബ്ബിനോട് ഞാൻ എങ്ങനെ വിഷയങ്ങൾ മറച്ചു വെക്കും എന്നാണ് ആ ആടിനെ മേക്കുന്ന ആട്ടടിയനായ ആ അടിമ പയ്യൻ പറയുന്നത്. ആ ഈമാനിക ശക്തി നമ്മൾ പകർന്നു കൊടുക്കണം. ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം മുതലാളി ഇവിടെയുണ്ടോ, മുതലാളി ഇല്ലേ എന്നതല്ല, അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ടോ, അവൻ അറിയുമോ, അവൻ അറിയില്ലേ, അതാണ് പ്രശ്നം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യാതിർത്തിയിലൂടെ നടന്നു പോകുമ്പോ ഒരു വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉമ്മ പറയുന്നു, മകളെ, സമയമായി, വേഗത്തിൽ എഴുന്നേറ്റ് ഒട്ടകത്തെ പാല് കറക്കും. നേരം പുലർന്നാൽ പാല് വെള്ളം ചേർക്കുന്നത് ആളുകൾ കാണാനിടയുണ്ട്. അതുകൊണ്ട് പാലിന്റെ വർധനവിന് വേണ്ടി വെള്ളം ചേർക്കാൻ വേണ്ടി പാല് വേഗം കറന്നെടുക്കുമ്പോളെ വേഗം എഴുന്നേറ്റ്. ഉമ്മയുടെ ഏകദേശം മനസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുട്ടി ആദ്യം പറഞ്ഞത്, ഉമ്മ അത് ശരിയല്ലല്ലോ ഉമ്മ, പാലിൽ വെള്ളം ചേർക്കുന്നത് മഹാപാപമാണ് എന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വെച്ച് ഖുതുബ നടത്തുന്നത് നിങ്ങൾ കേട്ടതല്ലേ ഉമ്മ? അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് ഉമ്മയുടെ മറുപടി, നീ എന്ത് വെട്ടിയാ കുട്ടി, എന്ത് വെട്ടിത്തരാ നീ പറയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹം അപ്രകാരം പറഞ്ഞുവെങ്കിലും ഈ സാഹചര്യത്തിന് ഉമർ ഇവിടെയില്ലല്ലോ. നമ്മൾ പാല് കലക്കുന്നതും അതിൽ വെള്ളം ചേർക്കുന്നതും ഉമർ അറിയുന്നുണ്ടല്ലോ മോളെ. അതുകൊണ്ട് നീ ബുദ്ധിമോശം പറയാതെ വേഗത്തിൽ പാല് കലക്ക്, വെള്ളം ഞാൻ ചേർത്ത് വെള്ളം. മകള് പറയാണ്, ഉമ്മ ശരിയാണ്. ഉമർ ബിൻ ഖത്താബ് ഇത് കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഉമർ എന്ന് പറഞ്ഞത് ഉമറിനെ ഓർത്തുകൊണ്ട് ചെയ്യാനല്ല, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന രാത്രിയുടെ നിഗൂഢതകളിലേക്ക് ശ്രദ്ധയും കണ്ടും നട്ടുകൊണ്ടിരിക്കുന്ന സർവജ്ഞനായ അള്ളാഹുണ്ടല്ലോ ഉമ്മ. ആ അള്ളാഹുവിനെ കബളിപ്പിക്കുവാനിരിക്കും നിങ്ങൾക്കും സാധ്യമല്ലല്ലോ. ആ അള്ളാഹുവിന്റെ അടുക്കൽ ഇത് കുറ്റകരമായി തീരുമല്ലോ ഉമ്മ എന്നാണ് ആ മകള് മറുപടി പറയുന്നത്. ആ മകളുടെ ഈമാനികമായ ഔന്നത്യത്തിലേക്ക് നമ്മുടെ മകനെ വളർത്തണം, ഉയർത്തിക്കൊണ്ടുവരണം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ മറ്റൊരിക്കൽ രാജാതിർത്തിയിലൂടെ നടന്നു പോകുമ്പോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു പെൺകുട്ടി മാത്രം താമസിക്കുന്ന ഒരു കൂരയിൽ ഒരു കൂരയിൽ നിന്നൊരു പാട്ടുപാടാൻ രാത്രിയുടെ അന്ത്യയാമത്തിൽ. ഈ കഴിഞ്ഞ രാത്രി പടച്ചവനെ എന്തൊരു ദൈർഘ്യമായിരുന്നു, നേരെ പുലർന്നു കിട്ടുന്നില്ലല്ലോ. അതിശക്തമായ കൂരിരുട്ടും നല്ല തണുപ്പുമുള്ള അറേബ്യയുടെ പശ്ചാത്തലത്തിലുള്ള രാത്രി.
വിരഹ ദുഃഖത്താൽ അവൾ കഴിഞ്ഞുകൂടുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ ഉടനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈ പെൺകുട്ടിയുടെ ഭർത്താവ് മുസ്ലിം സൈന്യത്തിൽ ചേർന്ന് യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അതിർത്തി കാക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവൾ ഏകാന്തതയിലാണ്, ഒറ്റക്കാണ്. മദീനയുടെ പ്രാന്തപ്രദേശത്ത് ഒരു ചെറ്റക്കുടിലിൽ ഒറ്റയ്ക്ക് കഴിയുന്ന പെൺകുട്ടി പറയുകയാണ്, എന്റെ ഭർത്താവിന് ഇവിടെ ഇല്ല, ദിവസങ്ങളായി പോയിട്ട്. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ജീവിതത്തിന്റെ വസന്തമായ സന്ദർഭം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തണുപ്പുള്ളതും കറുത്തതുമായ രാത്രി എത്ര വിരഹമായിട്ടാണ്, എത്ര ഏകാന്തമായിട്ടാണ്, എത്ര ദൈർഘ്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ ഈ രഹസ്യങ്ങളുടെ കലവറയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ രാത്രി ഞാൻ മനോഹരമാക്കുമായിരുന്നു, സജീവമാക്കുമായിരുന്നു എന്നാണ് പെൺകുട്ടി പാട്ടുപാടുന്നത്. കാരണം ഞാൻ ഈ മദീനയിൽ ഇറങ്ങി ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് എന്റെ ഭർത്താവില്ലാത്ത ഈ ദിവസം ഈ വീട് ആനന്ദപൂർണ്ണമാക്കാം. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ ആരും അതിന് എതിർക്കയില്ല. പക്ഷേ ഞാൻ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ്. എന്റെ ഭർത്താവിനോടുള്ള കടപ്പാടിന്റെ ഓർമ്മയിൽ വരികയാണ്. ആ ചിന്തയിലേക്ക് എത്തണം. ആ ചിന്തക്കല്ലാതെ, ആ വിശ്വാസത്തിനല്ലാതെ, ആ ദൃഢതക്കല്ലാതെ നിലവിലുള്ള സാഹചര്യത്തെ മാറ്റിമറിക്കാൻ സാധ്യമല്ല. ഇത് പറയുമ്പോ നമ്മുടെയൊക്കെ നാട്ടിന്റെ അവസ്ഥ, ഭർത്താവ് വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വീടുകളുടെ സാംസ്കാരികമായ അപജയം എത്രത്തോളം ഉണ്ട് എന്നത് വിശാലമായി പഠനം നടത്തേണ്ട കാര്യമാണ്. പഠനം നടത്തിയിട്ട് കാര്യമില്ല, നിരാശയിലേക്ക് നമ്മൾ വരും. ഞാൻ പഠനം നടത്തില്ല, ഉദാഹരണങ്ങൾ പറയും, അത്രമാത്രം. പക്ഷെ അവിടെ നടക്കുന്നില്ല. എന്തുകൊണ്ട്? ആ വിശ്വാസം, ആ ഈമാൻ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ചെറുപ്പക്കാരനാണ്, യുവാവാണ്. നമ്മുടെ യുവാക്കളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം രാജകൊട്ടാരത്തിലാണ് വളരുന്നത്. രാജകൊട്ടാരത്തിലെ ഏറ്റവും വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണം കഴിച്ച് സുന്ദരനിൽ സുന്ദരനായ കോമളനായ ചെറുപ്പക്കാരനായ ആരോഗ്യ ദൃഢഗാത്രനായ മഹാനായ യൂസുഫ് അലൈഹിസ്സലാം രാജാവ് പുറത്തുപോയ ദീർഘമായ പകലിന്റെ മണിക്കൂറുകളിൽ ആ രാത്രി അനുകൂലമായ സാഹചര്യത്തിലേക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ആ രാത്രിയാണ് അദ്ദേഹത്തിന് പാല് കൊടുത്തിട്ടുള്ളത്, താരാൻ അതേപോലെ തന്നെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, സംരക്ഷണം നൽകിയിട്ടുള്ളത്. ആ ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ വളരാൻ വിട്ടിട്ടുള്ളത്. ആ രാത്രിയാണ് നിരന്തരമായി അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ അവരും യൂസുഫ് അലൈഹിസ്സലാമും രാജാവും അവളും ശയിക്കുന്ന റൂമിലേക്ക് കടക്കുകയാണ്. ആ കടകമാത്രയിൽ വീട് അകത്തുനിന്ന് സാക്ഷയിട്ട് കൊണ്ടുപോകല്ലത്തിൽ അബുവാബ വാതിലുകൾ അടച്ചുകൊണ്ട് വക്കാലത്ത് ആ സ്ത്രീ പറഞ്ഞു, അങ്ങോട്ട് വാ യൂസുഫേ, ഈ കിടക്കയിലേക്ക് വാ, ഈ ബെഡിലേക്ക് വാ. രാജാവ് ഞാനും കിടക്ക് ആനന്ദിക്കുന്ന ഈ ശയ്യയാണത്, മെത്തയാണത്, വിരിപ്പാണത്, കട്ടിലാണത്, എവിടേക്ക് വാ. യൂസുഫ് അലൈഹിസ്സലാം പറയാണ്, പടച്ചവനെ എന്നെ നീ രക്ഷിക്കണമേ. അനുകൂലമായ സാഹചര്യത്തിൽ നിരന്തരമായി എന്റെ മുതലാളിച്ചിയുടെ താല്പര്യത്തിന് ഞാൻ വീണുപോയെങ്കിലും റബ്ബേ എന്നെ നീ കാത്തു രക്ഷിക്കണമേ, എന്റെ ഈമാനിനെ സുരക്ഷിതമാക്കി നിർത്തണമേ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തുസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. എന്റെ നാഥ, എന്നെ നീ ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. നിരന്തരമായി ഈ സഹോദരിയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. അവളുടെ ശല്യത്തിൽ ഞാൻ പെട്ടുപോയാൽ അപകടമാണ്. ഞാനും മനുഷ്യനാണ് തമ്പുരാനെ. അതുകൊണ്ട് ഈ തിന്മക്ക് നിന്നുകൊടുത്തില്ലെങ്കിൽ ജയിലിൽ അടക്കുമെന്നാണ് അവൾ ഭീതിപ്പെടുത്തുന്നത്. ആ ജയിലാണ് റബ്ബേ, ഈ തിന്മക്ക് ഞാൻ നിന്ന് പോകുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ആ ജയിലിൽ അടച്ചിട്ടെങ്കിലും ഈ ദുരന്തത്തിൽ നിന്ന് പെട്ടുപോകുന്നതിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഒരു യുവാവിന് പ്രചോദനമാകേണ്ടത്. അവന്റെ രഹസ്യവും പരസ്യമാകേണ്ടത്, അവന്റെ രാത്രിയും പകല് പോകണയാകേണ്ടത്, അവന്റെ സ്വകാര്യ ജീവിതം സാമൂഹ്യ ജീവിതം പോലെയായി പരിവർത്തനമാകേണ്ടത്, അവൻ നാട് വിട്ടു പോകുമ്പോഴും നാട്ടിലാണെന്ന് തോന്നലുണ്ടാകേണ്ടത്, അവന്റെ സഹപാഠികളും പരിചയക്കാരും ആദർശ ബന്ധുക്കളും അവൻ ബന്ധപ്പെടുന്ന ആരും ഇല്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് ചെന്നാലും അവിടെ പരസ്യം പോലെ ജീവിക്കേണ്ടതാണ്. അവിടെയും അല്ലാഹുവിന്റെ സാന്നിധ്യവും നോട്ടവും ഉണ്ട് എന്ന അറിവ് അവനുണ്ടായാൽ, അവൾക്കുണ്ടായാൽ, നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായാൽ
അവിടെയാണ് നമ്മുടെ ജീവിതം ധർമ്മനിഷ്ഠയുള്ളതായിട്ട് മാറുക. വേറെ ഒന്നുകൊണ്ടുണ്ടാവില്ല, നിയമം കൊണ്ടുണ്ടാവില്ല, കുറക്കാൻ പറ്റും, പരിപൂർണമായി ഇല്ലാതെയാകാൻ പറ്റില്ല. സാമ്പത്തികമായ വിശുദ്ധി വേണം, ധാർമ്മികമായ വിശുദ്ധി വേണം, അങ്ങനെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നിട്ട് അസ്ർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത സമയത്ത് അവർ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയെ നശിച്ചു, ഞാൻ നശിച്ചു, ഇനി ഹലത്തു യാ റസൂലല്ലാഹ്, റസൂലേ ഞാൻ നശിച്ചു, ഞാൻ ഇത്രയും നാൾ പടുത്തുയർത്തിയ എന്റെ ഈമാൻ എന്നിൽ നിന്ന് ചോർന്നു പോയി പ്രവാചകരെ. എന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം കരഗതമാക്കാൻ കഴിയാതെ എന്റെ ജീവിതം നഷ്ടത്തിലായി പ്രവാചകരെ, ഞാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പറഞ്ഞു, എന്താണ് സംഭവിച്ചത്, പറ, വ്യക്തമായിട്ട് പറയും. ഇങ്ങനെ ബിലാൽ പിടിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ചോദ്യം, നബിയെ അങ്ങേക്കറിയില്ല, ഞാൻ ഈ മദീനയിലെ ഒരു ഈത്തപ്പഴ കച്ചവടക്കാരനാണ്. ഈത്തപ്പഴ കച്ചവടം നടത്തുന്നതിനിടക്ക് സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ഈത്തപ്പഴം വാങ്ങുന്നതിന് വേണ്ടി എന്റെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സുന്ദരിയായ പെൺകുട്ടിയെ രണ്ടാമതൊന്ന് ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കി നബിയെ. ആദ്യത്തെ നോട്ടം സ്വാഭാവികമായതും കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടതുമായിരുന്നു. രണ്ടാമത് ഞാൻ അവളെ നോക്കിയത് അവളുടെ പ്രായവും അവളുടെ സൗന്ദര്യവും പരിഗണിച്ചാണ് പ്രവാചകരെ. അതുകൊണ്ട് ഞാൻ ചെയ്ത സകല സൽക്രമങ്ങളും നഷ്ടപ്പെട്ടു, എന്റെ പരലോകം എനിക്ക് നഷ്ടമായല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വിഷമിക്കുകയാണ്, ബേജാറാവുകയാണെന്ന് റസൂലുള്ളാഹിയോട് പറയുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഗതി, നമ്മുടെ ആളുകൾ മണിക്കൂറുകളോളം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി. അധിക ആളുകൾക്കും ചെറുപ്പക്കാർക്കും ജോലി എന്താ? സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂൾ വിട്ടു വരുന്ന സമയത്തും 5-6 മണിക്കൂറുകളോളം അവരുടെ ജോലി എന്താണ്? അനേക പെൺകുട്ടികളെയും സ്ത്രീകളെയും അവർ വന്നിറങ്ങി പോകുന്നിടത്തേക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ നിലമ്പൂര ജോലി ചെയ്തിരുന്നു. അപ്പൊ അവിടുത്തെ ശൈലി അതാ, ഡ്രൈവർമാർക്ക് കട ഞാൻ എത്തിച്ചു കൊടുത്തു. എന്താ എത്തിച്ചു കൊടുത്തത്? കണ്ണുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് അവിടെ എവിടെ പോകുന്നോ കയറി പോകുന്നത് വരെയാണ് നോക്കി. ഇതാണ് എത്തിച്ചു കൊടുക്കുന്ന ശൈലി. ധാരാളം, ഒരു പേടിയില്ല. ഇവിടെ ഒരു പ്രാവശ്യം നോക്കിപ്പോയതിൽ കുറ്റബോധം, സ്വർഗം നഷ്ടപ്പെടുമോ എന്ന പേടി. സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഇന്നലോട് പരാമർശിച്ചു കാണും കണ്ണിന് ആനന്ദം നൽകുന്ന മുത്തുകളെ പോലെയുള്ള ആ രത്നങ്ങളുണ്ട്, ഇണകളുണ്ട്. ആ ഇണകൾ ഹറാമാകാൻ, നിഷിദ്ധമാകാൻ നൈമിഷികവും ക്ഷണികവുമായിട്ടുള്ള ഈ ആസ്വാദനം കൊണ്ട് കാരണമായി തീരുമോ എന്ന ഭയപ്പാട്. അതിനു പകരമായി നരകത്തിന്റെ തീജ്വാലകൾ സ്വന്തം ശരീരത്തെ നക്കി തുടക്കുമോ എന്ന് മാംസത്തെയും ചർമ്മത്തെയും ഹൃദയത്തിന്റെ അന്തരാളത്തെയും ചൂട് നിൽക്കുന്ന അതികഠിനമായ ശിക്ഷയിലേക്ക് ഞാൻ എത്തിപ്പെടുമോ എന്ന ഭയപ്പാടാണ് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ 6-ാം നൂറ്റാണ്ടിലെ നിരാധരായ അറബികൾക്ക് പ്രചോദനമായതെങ്കിൽ ആധുനിക നൂറ്റാണ്ടിലെ ഏറ്റവും പുരോഗനാത്മകമായ സമുദായത്തെയും അതുകൊണ്ടല്ലാതെ മാറ്റിയെടുക്കാൻ സാധ്യമല്ല. വേറെ ലോകത്തെന്ത് ആദർശമാണുള്ളത്? ഏത് പ്രത്യയശാസ്ത്രമുള്ളത്? ഏത് മതമാണുള്ളത്? ഏത് ദർശനമാണുള്ളത്? എന്ത് വിദ്യയാണുള്ളത്? ഏത് ശിക്ഷാ നിയമമാണുള്ളത്? ഏത് ഭീഷണിയാണുള്ളത്? ഏത് മാരകമായ രോഗത്തെ പറ്റിയുള്ള താക്കീതാണ് ലോകമേ, രാഷ്ട്രമേ നിന്റെ കയ്യിലുള്ളത് മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ ഇല്ല. ഇത് പറഞ്ഞു നോക്കാനല്ലാതെ, ഇത് പറഞ്ഞു നാക്കിയിട്ട് നന്നാക്കിയെടുക്കാനല്ല. അതിന് വേണ്ട ദുരഭിമാനം സമ്മതിക്കുന്നില്ല. ആധുനിക ലോകത്തിന്റെ ദുരഭിമാനം സമ്മതിക്കുന്നില്ല. ഇത് 6-ാം നൂറ്റാണ്ടിലെ അക്ഷരജ്ഞാനം പോലും ഇല്ലാതിരുന്ന അറബികളുടെ, കാട്ടറബികളുടെ ഒട്ടകത്തെ നീക്കുന്ന ഒട്ടക സംസ്കാരത്തിൽപ്പെട്ട ഒരാളായ മുഹമ്മദിന്റെ അശാസ്ത്രീയമായിട്ടുള്ള ചിന്തകളല്ലേ ഇത്? ആ തോന്നൽ. അതുകൊണ്ട് കൃഷ്ണയ്യനടക്കുള്ളത് ഇതിനാണ് മാറ്റി. ഇത് വേണ്ട, ഇത് പഴഞ്ചനാക്കിയത്. ഇതാണ് പുതുപുത്തൻ. 6-ാം നൂറ്റാണ്ടിലേക്ക് മാത്രമല്ല, എത്ര നൂറ്റാണ്ട് പിന്നിട്ടാലും ഇതിനെ കവച്ചു വെക്കുന്ന ഒരു ആദർശം കൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ ഒരു മാർഗം. നിങ്ങൾ ആപേക്ഷികമായിട്ട് നോക്കി മതവും മതവിശ്വാസവും അതിന്റെ പ്രവർത്തനങ്ങളും ഉള്ളവരിൽ ഇത്തരം തിന്മകൾ കുറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. എങ്ങനെ പരിശ്രമിച്ചാൽ അതെല്ലാം അത്ഭുതം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 1 രൂപ നമ്മുടെ വഴിയിൽ നിന്ന് കിട്ടിയാൽ അത് നമ്മൾ പള്ളിയിലെ വല്ല പെട്ടിയിൽ കൊണ്ടുപോയിടുക എന്നല്ലാതെ അങ്ങനെ കൊണ്ടുപോയിടണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമുക്ക് എടുക്കാതെ എന്നാണ് നമ്മൾ എടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. 1 രൂപ നമ്മുടെ കൈക്കൂലി ഇനത്തിലും തട്ടിപ്പും വെട്ടിപ്പും ഇനത്തില് 1,76,000 കോടി ഒരാളുടെ പേരിൽ, 1,76,000
76,000 കോടി രൂപ ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസ്വത്ത് ഒരാൾ മാത്രം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് കേസ്. അങ്ങനെ എത്ര ലക്ഷത്തി എത്ര 6,000 കോടി. വല്ല പേടിയുണ്ടോ? നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വത്ത് 20 താഴെയുള്ള മുതലാളിമാരാണ് കൈകാര്യം ചെയ്യുന്നത്. കോടീശ്വരന്മാരായ ആളുകൾ, അവരുടെ കയ്യിലെ പണം, അവരത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ സ്വത്ത് മുഴുവൻ അവരാണ് അന്യാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ, അവരുടെ കുടുംബങ്ങൾ, അവരെ ആശ്രയിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ സിൽബന്ധികൾ. നമ്മുടെ രാജ്യത്തെ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള ഏതെങ്കിലും ഒരു സ്വീപ്പർ മുതൽ ഡയറക്ടർ വരെയുള്ള ഒരു ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങാത്തവരായിട്ടുണ്ടോ? സാമ്പത്തിക തെറ്റ് ചെയ്യാത്തവരായിട്ടുണ്ടോ? എന്താ മാർഗം? രാഷ്ട്രമേ, നിന്റെ കയ്യിൽ നിയമങ്ങളില്ലേ? എല്ലാറ്റിനും നിയമമുണ്ട്. സ്ത്രീധനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും നിയമമുണ്ട്. ഏതാണ് നിയമമില്ലാത്തത്? ഇന്ത്യ രാജ്യത്തിന്റെ പുതിയ നിയമങ്ങൾ കണ്ടെത്തി.